ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെല്ലാവരും ഉറക്കെ ഒന്നിച്ചെന്ന് സിസ്റ്ററിൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെല്ലാവരും എത്തിയിട്ടുണ്ടോ? എത്തിയിട്ടുണ്ടല്ലേ? ചിലരൊക്കെ കൈയൊക്കെ ഉയർത്തി സിസ്റ്ററിനെ കാണിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ഇന്ന് എത്തിയിട്ടുണ്ടല്ലേ? ഇന്ന് ഈശോയെക്കുറിച്ച് വലിയൊരു കാര്യം പഠിക്കാനാണ് നമ്മൾ പോകുന്നത്. പഠിക്കണ്ടേ? നമുക്ക് പഠിക്കണം അല്ലേ? എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ മുഖമൊക്കെ നല്ല തിളങ്ങി നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈശോയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്താ ചെയ്യുക? സിസ്റ്റർ പറയുന്നതിന് മുമ്പേ നോക്കിയേ, എല്ലാവരും പ്രാർത്ഥിക്കണം അല്ലേ? കൈകൾ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്, കണ്ണുകളടച്ച് ഈശോയെ മനസ്സിലോർത്ത് ഈശോയുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല ഈശോയെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. കുഞ്ഞുമക്കളായ ഞങ്ങൾ ഇന്ന് ഈശോയെക്കുറിച്ച് പഠിക്കാൻ ഈശോയുടെ അടുത്ത് ഒന്നിച്ചു വന്നിരിക്കുക. ഈശോയെ, കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ, ഈശോയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ, ഈശോയുടെ കുഞ്ഞു മക്കളായി വളരാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധി അമ്മേ, ഉണ്ണീശോയെ വളർത്തിയതുപോലെ അമ്മ ഞങ്ങളെയും വളർത്തണമേ. അമ്മ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. എല്ലാവരും ഒന്നിച്ചൊരുക്കി ഒന്നും കൂടി പറഞ്ഞേ, ആമേ. മിടുക്കര്. എല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ? ചിലരെയൊക്കെ സിസ്റ്റർ കണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ കേട്ടോ. മിയമോളെ കണ്ടായിരുന്നു ടീച്ചർ. അതുപോലെ തന്നെ ടീച്ചറിൻ്റെ മഠത്തിൻ്റെ അടുത്തുള്ള ഒരു കാതറിൻ കുട്ടിയുണ്ട്. അവൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളെ കണ്ടായിരുന്നു. അവരൊക്കെ നന്നായി പഠിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുന്നില്ലേ? ഉണ്ടല്ലേ? അപ്പോൾ എല്ലാവർക്കും ടീച്ചറിൻ്റെ അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏത് പാഠമാണ് പഠിച്ചതെന്ന് കുഞ്ഞുമക്കൾ ഓർക്കുന്നുണ്ടോ? അപ്പം വർദ്ധിപ്പിക്കുന്ന ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചതല്ലേ? നമ്മുടെ വിശപ്പ് അകറ്റാൻ ഈശോ നമ്മളെ സഹായിക്കും. നമ്മൾ പഠിച്ചു അല്ലേ? അതോടൊപ്പം തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചേ? നമ്മുടെ ശരീരത്തിന് ആഹാരം നൽകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആത്മാവിന് വേണ്ട ആഹാരവും തരുന്ന ഈശോ അല്ലേ? ജീവൻ്റെ അപ്പമായ ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എന്നിട്ട് നമ്മൾ 1-2 തീരുമാനങ്ങളൊക്കെ എടുത്തായിരുന്നു അല്ലേ? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കുചേരും അല്ലേ? പഠിച്ചില്ലേ? നമ്മൾ പഠിച്ചു. അപ്പം ഇന്ന് നമ്മൾ ഒരു പുതിയ പാഠം പഠിക്കാനായിട്ട് പോവുക. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ഏതാണെന്നറിയാമോ? 14ാമത്തെ പാഠം. നമുക്ക് വേണ്ടി മരിച്ച ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ? നമുക്ക് വേണ്ടി മരിച്ച ഈശോ. അപ്പം നമുക്ക് വേണ്ടി മരിച്ച ഈശോയെക്കുറിച്ച് ഇന്ന് പഠിക്കുമ്പോൾ ഇന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഈശോയോട് തോന്നേണ്ടത്. ഈശോ നമ്മൾ ഒത്തിരി സ്നേഹിക്കണം ഇന്ന്. കാരണം ഈശോ മരിച്ചത് ഈശോയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈശോയോട് ഒത്തിരി നന്ദിയുള്ളവരായിരിക്കണം, ഒത്തിരി സ്നേഹമുള്ളവരായിരിക്കണം. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് അസുഖമൊക്കെ വരുമ്പോൾ മമ്മിയും പപ്പയൊക്കെ നമ്മൾ നോക്കാറില്ലേ? നോക്കുമല്ലേ? എന്ത് ശ്രദ്ധയോടെ മമ്മിയും പപ്പയൊക്കെ നോക്കുന്നതല്ലേ? നമുക്കൊരു പനി വന്നാൽ, തലവേദന വന്നാൽ അവർ നമ്മളെ വളരെ ശ്രദ്ധിക്കും അല്ലേ? നമുക്ക് മരുന്ന് വാങ്ങിച്ചു തരും, നമ്മളെ കട്ടിലേ കൊണ്ടുപോയി കിടത്തും, പുതപ്പിച്ച് കിടത്തും അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ തലയിലൊക്കെ ഒന്ന് തൊട്ട് നോക്കും, നെറ്റിയെ തൊട്ട് നോക്കും, ചൂടുണ്ടോ, ചൂട് കുറഞ്ഞോ നോക്കും അല്ലേ? എത്ര കരുതലോടെയാണ് അവർ നോക്കുന്നത്. പക്ഷെ ഇങ്ങനെ നോക്കുമ്പം എന്തുമാത്രം അവർ നമുക്ക് വേണ്ടി സഹിക്കുന്നുണ്ട് ഇല്ലേ? കുഞ്ഞുങ്ങളായ നമുക്ക് വേണ്ടി രാത്രിയിൽ ഉറക്കളച്ചിരിക്കും. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? രാവിലെ തൊട്ട് രാത്രി വരെ അവർ അധ്വാനിക്കും അല്ലേ? പപ്പയാണെങ്കിൽ ചിലപ്പോൾ പറമ്പിൽ പണിയെടുക്കും, മറ്റു ജോലികൾ ചെയ്യും, ബിസിനസ് ചെയ്യും, മറ്റു പല കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്യും അല്ലേ? അവരുടെ ക്ഷീണമൊക്കെ മറന്ന് അവർ ജീവിക്കുന്നത് മൊത്തം ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി അവർ ജീവിക്കുന്നത് അല്ലേ? മക്കളെ വളർത്താൻ വേണ്ടി വളരെ ശ്രദ്ധയോടെ സഹനങ്ങളെല്ലാം സഹിച്ച് അവർ ജീവിക്കുന്നു. നമ്മുടെ എല്ലാ ഭൗതിക കാര്യങ്ങളും നല്ലതാക്കാൻ വേണ്ടി അവർ സഹിക്കുന്നേ. എന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ സ്വർഗത്തോളം എത്തിക്കാൻ വേണ്ടി ഈശോ തൻ്റെ ജീവിതം മുഴുവൻ കൊടുത്ത് ഈശോ സഹിച്ചു. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഈശോ എങ്ങനെ സഹിച്ചേ? തൻ്റെ ജീവിതം മുഴുവൻ കൊടുത്ത് ഈശോ സഹിച്ചു. നമ്മളെ അങ്ങോട്ട് എത്തിക്കണം, സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കണം. നിങ്ങൾക്കറിയോ, ഈശോ ഒത്തിരി പേരെ സുഖപ്പെടുത്തി, ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു.
ഈശോയുടെ ഉപദേശങ്ങളും ഈശോയുടെ പഠനങ്ങളും ഒക്കെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടി അതിലൂടെ. അങ്ങനെ ജനം മുഴുവനുമില്ലേ ഈശോയുടെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി. ഒത്തിരി ആളുകൾ ഈശോയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ ഈശോയുടെ അടുത്തേക്ക് വന്ന് എല്ലാവരും ഈശോയെ സ്നേഹിക്കുകയും ഈശോയെ ഇഷ്ടപ്പെടുകയും ഈശോയെ വിശ്വസിക്കുന്നതൊക്കെ കണ്ടപ്പോഴില്ലേ യഹൂദ പ്രമാണിമാർക്കും ജനപ്രമാണികളും ഒക്കെ ഭയങ്കര ഭയം തോന്നി. കാരണം എന്താണെന്നറിയാവോ? ഇങ്ങനെ പോയാൽ ജനം മുഴുവൻ ഈശോയുടെ പുറകെ പോയാൽ ഈശോയെ അവർ എന്താക്കും? രാജാവാക്കും. ഇത് ജനപ്രമാണികൾക്ക് ഭയങ്കര ഭയമായി. അപ്പോൾ അവർക്ക് ഈശോയോട് ദേഷ്യം തോന്നി. അങ്ങനെ ഇവർ മനസ്സിലോർത്തു, ഈശോ ജീവിച്ചിരുന്നാൽ ഇതൊന്നും നടക്കത്തില്ല. കാരണം എന്താ? ഈശോ ജീവിച്ചിരുന്നാൽ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് ഈശോയെ വധിക്കണമെന്ന് അവർ തീരുമാനിച്ചു. എന്നിട്ട് നിങ്ങൾക്കറിയോ ഈശോയുടെ ശിഷ്യന്മാർ എത്ര പേരുണ്ടായിരുന്നെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചേ? 12 പേര് ഉണ്ടായിരുന്നു. അതിൽ യൂദാസ് കറിയാത്ത എന്ത് ചെയ്തെന്നറിയാവോ? യൂദാസ് കറിയാത്ത ഈശോയെ ഈ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ഈ ശത്രുക്കൾ വന്ന് ഈശോയെ പിടിച്ച അധികാരികളെ ഏൽപ്പിച്ചു. അവരുടെ മനസ്സിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈശോയെ വധിക്കണം. എന്തായിരുന്നു അവരുടെ മനസ്സിൻ്റെ ഉദ്ദേശം? ഈശോയെ വധിക്കണം. അങ്ങനെ ഇവർ പീലാത്തോസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. പീലാത്തോസ് ഈശോയെ വധിക്കാനായിട്ട് ഉറപ്പിച്ചു. ആരുടെ അടുത്താണ് കൊണ്ടുവന്നേ? പീലാത്തോസ്. ആരാ ഈശോയെ വധിക്കാനായിട്ട് ഉറപ്പിച്ചത്? പീലാത്തോസ് ഈശോയെ വധിക്കാനായിട്ട് ഉറപ്പിച്ചു. ആ പേരൊന്ന് ഉറക്കെ പറഞ്ഞേ. എന്താ? പീലാത്തോസ് അല്ലേ? അപ്പം ഇങ്ങനെ ഈശോയെ ഇവരുടെ അധികാരികളുടെ അടുത്ത് കൊണ്ടുവന്ന് വധിക്കാനായിട്ട് ഇവർ ഉറപ്പിച്ചു. അപ്പോൾ ഇനി ഇവരെന്താ ചെയ്തതെന്നറിയാവോ? വളരെ ക്രൂരമായിട്ട് ഈശോയെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. നമ്മളിപ്പം ഒരു ചെറിയ വീഡിയോ കാണുകയാണ്, ശ്രദ്ധിച്ച് കാണണം. നമുക്ക് ഈശോയോട് ഒത്തിരി സ്നേഹം തോന്നണം. കാരണം ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഈശോ ഏറ്റെടുത്ത സഹനങ്ങളാണ്. ആ സഹനങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് കാണാം. എന്തോർക്കണം? എനിക്ക് വേണ്ടിയാണ് ഈശോ ഈ സഹനങ്ങൾ ഏറ്റെടുത്തതെന്ന് ഓർത്തുകൊണ്ട് വേണം ഇന്ന് ഈ വീഡിയോ കാണാൻ. യേശുവിനെ ഒരു തൂണിൽ ബന്ധിച്ച് പടയാളികൾ ചാട്ട കൊണ്ട് അടിച്ചു. ഇതാ പിടിച്ചോ, രാജാവിനൊരു ചുവന്ന അങ്കി. എന്നിട്ട് മുള്ളുകൾ കൊണ്ടൊരു കിരീടം യേശുവിന്റെ തലയിൽ വെച്ചു. ഈ രാജാവിനൊരു കിരീടം കൂടി ആവശ്യമാണല്ലോ. ഇതാ വെച്ചോളൂ, മുള്ളുകൾ കൊണ്ടൊരു കിരീടം. യഹൂദന്മാരുടെ രാജാവ് വാഴുക. എന്നിട്ടവർ വലിയൊരു മരക്കുരിശ് യേശുവിന്റെ തോളിൽ വെച്ച് കൊടുത്തിട്ട് കുരിശിൽ തറയ്ക്കാനായി ഗാഗുൽത്തയിലേക്ക് കൊണ്ടുപോയി. ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞുകൊള്ളുക. ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവന്റെ കൈകൾ കുരിശിൽ തറച്ച് ഉയർത്തി നിർത്തി. ഉയർത്തി നിർത്തൂ. അവർ 2 കുറ്റവാളികളുടെ നടുവിൽ യേശുവിനെ കുരിശിൽ തറച്ചു. യഹൂദരുടെ രാജാവായ നസ്രായൻ യേശു എന്ന് കുരിശിന് മുകളിൽ എഴുതി വെച്ചു. വീഡിയോ കണ്ടോ നിങ്ങൾ? പാവം ഈശോ അല്ലേ? നമുക്ക് വേണ്ടി എന്തുമാത്രം സഹിച്ചേ. ഈശോയെ അവർ ക്രൂരമായി പീഡിപ്പിച്ച് ഈശോയുടെ ശിരസിൽ അവരെ മുൾമുടി ധരിപ്പിച്ചു. എന്താണെന്നറിയാവോ? യൂതന്മാരുടെ രാജാവെന്ന് പറഞ്ഞ് പരിഹസിച്ച് ഈശോയുടെ ശിരസിൽ വളരെ കൂർത്ത മുള്ളുകളുള്ള മുൾമുടി ഈശോയുടെ ശിരസിൽ അണിയിച്ചു. എന്നിട്ട് ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിച്ചു അല്ലേ? എന്നിട്ട് വലിയ ഭാരമുള്ള ഒരു മരക്കുരിശ് ഈശോയുടെ തോളിലേറ്റി അവർ ഈശോയെ ഗാഗുൽത്താ മലയിലേക്ക് കൊണ്ടുപോയി. ഏത് മലയിലേക്കാണ് കൊണ്ടുപോയത്? ഗാഗുൽത്താ മലയിലേക്ക് കൊണ്ടുപോയി. ആ പേര് മനസ്സിലൊന്ന് ഒന്നും കൂടി ഉറപ്പിച്ചിട്ട് സിസ്റ്ററിനോടൊന്ന് പറഞ്ഞേ. ഏത് മലയിലേക്കാണ് കൊണ്ടുപോയേ? ഗാഗുൽത്താ മലയിലേക്ക് ഈശോയെ അവർ കൊണ്ടുപോയി. അങ്ങനെ ഭാരമേറിയ
കുരിശും വഹിച്ചുകൊണ്ട് ഗാഗുൽത്താ മലയിൽ ഈശോ എത്തി. എന്നിട്ട് ഇവരെന്താ ചെയ്തേ നമ്മൾ കണ്ടില്ലേ? എന്താ ചെയ്തേ? ഈശോയെ കുരിശിൽ കിടത്തി ഈശോയുടെ 2 കൈകളിലും കാലുകളിലും ആണി തറച്ചു അല്ലേ? ഈശോ വളരെയധികം വേദന സഹിച്ചു. ഒത്തിരി സങ്കടത്തോടെ ഈശോ കരയുന്നത് നമ്മൾ കണ്ടു അല്ലേ? ഈശോ 2 കൈകളിലും ആണികൾ തറച്ച് കാലുകളിലും ആണികൾ തറച്ച് ആ കുരിശിൽ കിടന്നു. ആ കുരിശോടെ അവരെന്ത് ചെയ്തു? ഉയർത്തി ഈശോയെ കുരിശിൽ 3 ആണികളാൽ തറച്ച് ഈശോ തൂങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒത്തിരി പീഡകൾ സഹിച്ച് ഈശോ മരണം ഏറ്റെടുത്തു. ഈശോയുടെ കുരിശിൻ്റെ മുകളിൽ അവർ എഴുതി വെച്ചു. എന്താ എഴുതി വെച്ചേ? യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോ. പറഞ്ഞേ, യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോ. എന്താ കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചത്? യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോ. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 38-ാം തിരുവചനത്തിലാണ് പറയുന്നത്, അവൻ യൂതന്മാരുടെ രാജാവ് എന്നവർ ആ കുരിശിൻ്റെ മുകളിൽ ലേഖനം ചെയ്തു. ഏത് സുവിശേഷമാണ്? കുഞ്ഞുമക്കൾ പറയുന്നുണ്ടല്ലോ, ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 38-ാം തിരുവചനം. ഇവൻ യൂതന്മാരുടെ രാജാവ്. ഉറക്കെ പറഞ്ഞേ, ഇവൻ യൂതന്മാരുടെ രാജാവ്. അങ്ങനെ ഈശോയെ ആ കുരിശിൽ കിടത്തി. നോക്കേ, ഈ കുരിശിൽ തൂങ്ങിക്കിടന്ന് ഈശോ ഒരുപാട് സഹിച്ചു. 3 മണിക്കൂറോളം ഈശോ ആ കുരിശിൽ തൂങ്ങിക്കിടന്നു. എത്ര മണിക്കൂറോളം? 3 മണിക്കൂറോളം ഈശോ ആ കുരിശിൽ തൂങ്ങിക്കിടന്നു. നോക്കിയേ, ഈശോ നിശബ്ദനായിട്ട് സഹിക്കുക. ഈശോ അവിടെ ഒന്നും പറയുന്നില്ലല്ലേ? എന്തെങ്കിലും പരാതി പറയുന്നത് നിങ്ങൾ കേട്ടോ? ഇല്ലല്ലേ? ഈശോ നിശബ്ദനായിട്ട് സഹിക്കുക. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി നിശബ്ദനായി സഹനങ്ങൾ ഏറ്റെടുത്ത എൻ്റെ ഈശോ 3 ആണികളിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു ഇല്ലേ? നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. ഇനി ഒന്ന് ഓർത്ത് നോക്കിയേ, ഈശോ ഈ സഹനങ്ങളൊക്കെ ഏറ്റെടുത്തത് എന്നെ രക്ഷിക്കാൻ, ലോകം മുഴുവനെ രക്ഷിക്കാൻ, ലോകം മുഴുവനുമുള്ള എല്ലാ പാപങ്ങളും ഏറ്റെടുത്ത് നമ്മളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ഈശോ കുരിശിൽ തൂങ്ങി മരിച്ചത്. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ ഓർക്കണം, എൻ്റെ ഈശോ എനിക്ക് വേണ്ടിയാണ് സഹനങ്ങൾ ഏറ്റെടുത്തത്. രണ്ടാമതായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത എന്താണെന്നറിയാവോ? എനിക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത കുരിശിൽ മരിച്ച ഈശോയോട് ഞാൻ എപ്പോഴും സ്നേഹവും നന്ദിയുമുള്ളവനായിരിക്കണം. എന്താണ്? എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച സഹനങ്ങൾ ഏറ്റെടുത്ത ഈശോയോട് എനിക്ക് എപ്പോഴും സ്നേഹവും നന്ദിയും ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ഒരു നല്ല തീരുമാനം നമ്മുടെ മനസ്സിൽ നമുക്ക് ഉറപ്പിക്കാം. എന്താണെന്നറിയാവോ? ഞാൻ തെറ്റ് ചെയ്ത് എൻ്റെ ഈശോയെ ഇനി വേദനിപ്പിക്കില്ല. ഞാൻ ഓരോ പ്രാവശ്യം തെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ വഴക്കുണ്ടാക്കുമ്പം, മമ്മി പറയുന്ന അനുസരിക്കാതിരിക്കുമ്പം, മറ്റുള്ളവരെ ചീത്ത വിളിക്കുമ്പം, കൊച്ചു കുസൃതികളൊക്കെ കാണിക്കുമ്പം, ഈശോയോട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ, പഠിക്കാതിരിക്കുമ്പോഴൊക്കെ ഈശോയില്ലേ വേദനകൾ സഹിക്കുക. ഈശോ വീണ്ടും കുരിശ് തറയ്ക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് പോകുക. നിങ്ങൾക്കറിയോ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൊച്ചു പാപങ്ങൾ പോലും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് തീരുമാനിക്കാം അല്ലേ? ഞാനിനി പാപം ചെയ്ത് എൻ്റെ ഈശോയെ വേദനിപ്പിക്കത്തില്ല. എൻ്റെ മനസ്സിൽ നമുക്ക് നല്ലൊരു തീരുമാനം നമുക്കെടുക്കാം. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? കുരിശിലൂടെയാണ് ഈശോ നമ്മളെ രക്ഷിച്ചത്. എന്തിലൂടെയാണ്? കുരിശിലൂടെയാണ്. പണ്ടില്ലേ ഈ കുരിശെന്ന് പറയുന്നത് ഏറ്റവും പാവികളെ നീചമായിട്ടുള്ളവർക്ക് കൊടുക്കുന്ന മരണം ഒരു വലിയ ശിക്ഷയായിട്ടായിരുന്നു കുരിശിൽ മരിക്കുക എന്നുള്ളത്. അപ്പം അത്രയും നീചമായിട്ടുള്ള ഈ കുരിശ് ഈശോയ്ക്ക് കൊടുത്തു. പക്ഷെ എന്താ സംഭവിച്ചേ? ഈ കുരിശിലൂടെ ഈശോ നമ്മളെ രക്ഷിച്ചുകൊണ്ട് കുരിശ് എന്തായി? നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അതുകൊണ്ട് ഈ കുരിശിനെ പ്രകീർത്തിച്ച് ഒരു ചെറിയ പാട്ട് നമുക്ക് പാടാം അല്ലേ? കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. പാട്ട് കേട്ടില്ലേ? ഇനി സിസ്റ്ററിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പാടണം. ഒപ്പം കുരിശെ നമിച്ചിടുന്നു എന്ന് നമ്മൾ പാടുമ്പം കൈകൾ കൂപ്പി കുരിശ് മനസ്സിലോർത്ത് ഈശോയെ നമുക്ക് ശിരസ് നമിച്ച് ആരാധിക്കണം. ഒന്നും കൂടെ നമുക്ക് പാടാം. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. പഠിക്കേ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ഈ പാട്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പാടണം.
ഈശോയോടുള്ള സ്നേഹത്തിൽ ഈശോ നമ്മളെ വളർത്തും. കുരിശിനെ സ്നേഹിച്ച് ഈശോയുടെ നല്ല മക്കളായിട്ട് നമുക്ക് വളരണം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചേ? ഓർത്ത് നോക്കിക്കേ. ജനം മുഴുവൻ ഈശോയുടെ അടുത്തേക്ക് ഓടി വന്നു. എല്ലാവർക്കും ഈശോയെ ഇഷ്ടപ്പെട്ടു, ഈശോയിൽ വിശ്വസിച്ചു. അപ്പോൾ യഹൂദന്മാർക്ക് ഭയം തോന്നിയല്ലേ? ഈശോ രാജാവാകുമെന്ന് പേടിച്ച് ഈശോയെ വധിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. എന്നിട്ടോ ഈശോയെ ക്രൂരമായ പീഡകൾ ഈശോയ്ക്ക് കൊടുത്തു. ഈശോയുടെ മുഖത്ത് തുപ്പി, ഈശോയെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു, ഈശോയുടെ ശിരസിൽ മുൾമുടി ധരിപ്പിച്ചു, ഒരുപാട് ഘനമുള്ള കുരിശ് തോളി വെച്ച് ഗാഗുൽത്താ മലയിലേക്ക് ഈശോയെ കൊണ്ടുപോയി 3 ആണികളാൽ കൈകളിലും കാലുകളിലും തറപ്പിച്ച് ഈശോയെ കുരിശിൽ തൂക്കി ഈശോ മരിച്ചു ഇല്ലേ? അപ്പം നമുക്ക് വേണ്ടി ഈശോ സഹനങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ തീരുമാനിക്കാം, ഞാൻ ഈശോയെ പാവം ചെയ്ത് ഇനി വേദനിപ്പിക്കത്തില്ല, ഈശോയെ ഞാനിനി സങ്കടപ്പെടുത്തില്ല എന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് ഉറപ്പിക്കാം. ഇനി നമ്മൾ നമ്മുടെ പുസ്തകത്തിൻ്റെ അവസാനം ഒരു ഹോംവർക്ക് ഉണ്ട് വീട്ടിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി. എന്താണ്? പൂരിപ്പിക്കുക എന്നും പറഞ്ഞ്. ഈശോ എല്ലാവരെയും സ്നേഹിച്ചു, അതുകൊണ്ട് നമ്മളും സ്നേഹിക്കണം. ഈശോ എല്ലാവരോടും ക്ഷമിച്ചു, അതുകൊണ്ട് നമ്മളും ക്ഷമിക്കണം. ഈശോ എല്ലാവരെയും രക്ഷിച്ചു, അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യണം? മറ്റുള്ളവരെ രക്ഷിക്കണം. ഈ ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് അത് ടീച്ചറിന് അയച്ചു കൊടുക്കണം. എല്ലാവരും റെഡിയല്ലേ? ഇനി നമ്മൾ ഇത്രയല്ല, ഇനി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈശോയെക്കുറിച്ച് പഠിക്കും. അപ്പോൾ നല്ല ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചൊരുങ്ങി മക്കളെല്ലാം അടുത്ത ക്ലാസ്സിൽ വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ അതിനു മുമ്പ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരും സിസ്റ്റർ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ചാടി എഴുന്നേറ്റിട്ടുണ്ടല്ലോ. കൈകൾ കൂപ്പി പിടിച്ച് കണ്ണുകളടച്ച് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്ററിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, കുഞ്ഞായ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഈശോ ഒരുപാട് സഹനങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചല്ലോ. ഈശോ അതെല്ലാം എനിക്ക് വേണ്ടി ആയിരുന്നല്ലോ. എൻ്റെ ഈശോയെ, ഈശോ എനിക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളെ ഓർത്ത് ഈശോയെ എന്നും സ്നേഹിക്കുവാൻ, പാവം ചെയ്ത് ഈശോയെ സങ്കടപ്പെടുത്താതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ഈശോയെ, നല്ല കുഞ്ഞായി ഞങ്ങളെ വളർത്തണമേ. ലോകം മുഴുവനുമുള്ള എല്ലാ കുഞ്ഞുമക്കളെയും ഈശോ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. The bells, sweet silver bells, all seem to say through orchestra away. Christmas is here, bringing the cheer to young and old, meeting the ball, ding dong ding dong. That is a song which a fooling, all caroling. One city or words you could cheer from everywhere, feel in the air. Oh, how they pound, raising the song, oh, he liked to tell in the tear. Tell in the river, people say, so